ഈസി ആയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണി തയ്യാറാക്കാം. അതിനായി കുക്കർ വെച്ചിട്ട് കുറച്ച് നെയ്യ്, ഡാൽഡ, ഓയിൽ എന്നിവ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അതിന്റെ കൂടെ തന്നെ കുറച്ച് ചെറുതായി അരിഞ്ഞ ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടായി. അതിലേക്ക് മാഗി ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവ ചേർക്കുന്നുണ്ട്. കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. അത് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി വാരി മാറ്റി വെച്ചിരുന്ന അരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അരി ഇട്ടതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വേണം എടുക്കാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു വിസിൽ വരുന്നിടം വരെ അടച്ചു വെക്കാം. ഇറച്ചിയും മീനും ഒന്നും ഇല്ലാത്ത ദിവസം ട്രൈ ചെയ്യാവുന്ന ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഇത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ കയ്യിൽ മുട്ടയുള്ളത് കൊണ്ട് 3-4 മുട്ട പുഴുങ്ങിയതും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ട പുഴുങ്ങിയതോ ചിക്കൻ ഫ്രൈയോ എന്ത് വേണേലും ആഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.